CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലം ചെങ്കടലാക്കി നടന്നു കഴിഞ്ഞല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പി ജയരാജൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തിമണ്ഡലമായ കണ്ണൂർ, അതായത് പാർട്ടിയുടെ അസ്തിത്വവും ബേസും എല്ലാം നിൽക്കുന്ന കണ്ണൂരിലെ ഏറ്റവും ശക്തനായ ഒരു അംഗമാണ്, ഒരു നേതാവാണ് പി ജയരാജൻ എന്ന് പറയാതെ വയ്യ. പി ജയരാജന് എന്തു സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ കേരളവും പാർട്ടി അണികൾ പോലും വിചാരിച്ചിരുന്നത് പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു. 72 വയസ്സുള്ള പി ജയരാജനെ പാർട്ടി നേതൃത്വം അവഗണിച്ച ഒരു വാർത്തയാണ് നമുക്ക് വളരെയധികം ഒരു വലിയൊരു ബുദ്ധിമുട്ടാക്കി തന്നെയാണ് വരുന്നത്. പാർട്ടി അണികൾക്കിടയിലും പി ജയരാജനെ കുറിച്ച് നമ്മളിങ്ങനെ ഓർക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ചിന്തയാണ് കടന്നു വരുന്നത്. ചടയം ഗോവിന്ദൻ, പിണറായി വിജയൻ, പി ജയരാജൻ, ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും, ഒടുവിൽ MV ജയരാജൻ അടക്കമുള്ള എല്ലാ ആളുകളും ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും പി ജയരാജന് ആ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന വാതിൽ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 75 വയസ്സിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ പി ജയരാജന് ഇനിയൊരു രാഷ്ട്രീയ ഭാവി, ഒരു നേതൃഭാവി ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പി ജയരാജൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തഴയപ്പെടുന്നത് എന്ന് ഒരു വലിയതായി എല്ലാ ചാനലുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പി ജയരാജൻ 2019 വടകരയിൽ മത്സരിക്കാനായിട്ട് പോകുമ്പോൾ പാർട്ടി ജില്ലാ നേതൃസ്ഥാനം ഒഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതിന് പകരമായി വന്ന MV ജയരാജൻ താൽക്കാലിക പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ നേതൃത്വത്തിൽ വരികയും പിന്നീട് അതൊരു സ്ഥിരം സാന്നിധ്യമായി, സ്ഥിരം നേതൃത്വമായി മാറുന്നതുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ മനു തോമസ് വിഷയത്തിൽ പാർട്ടി നേതൃത്വവുമായി വല്ലാതെ അകന്നുപോയി പി ജയരാജൻ എന്ന് നമ്മൾ ഒരു കാരണവശാലും വിസ്മരിച്ചുകൂടാ. കാരണം പാർട്ടി നേതൃത്വത്തിൽ നിന്നും എപ്പോഴും ഒരു ഒളിയമ്പുകളൊക്കെ വിട്ട് ഇങ്ങനെ പി ജയരാജൻ ഒരു റിബലായി നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു വലിയ രീതിയിലുള്ളൊരു തീരുമാനമായി വേണം ഈ അടച്ച വാതിലുകളെ നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക. വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ പാർട്ടി നേതൃത്വ സ്ഥാനം തിരിച്ചു നൽകിയില്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, കോട്ടയത്ത് VN വാസവൻ പാർട്ടി ജില്ലാ നേതൃസ്ഥാനം ഒഴിഞ്ഞ് മത്സരിക്കാൻ പോയി തിരിച്ച് അദ്ദേഹത്തെ വീണ്ടും പാർട്ടി നേതൃസ്ഥാനം ഏൽപ്പിക്കുന്നതാണ് കണ്ടത്. ആ ഒരു ആനുകൂല്യവും പി ജയരാജന് കിട്ടിയില്ല എന്നുള്ളതാണ്. പി ജയരാജനെതിരെ കൊലപാതക കേസുകളുണ്ട്, വിവാദത്തിന്റെ കൊടുങ്കാറ്റുകൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വിധി അദ്ദേഹം കോടതിയിൽ നിന്ന് വിധിയെല്ലാം കാത്തിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഖാദി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം നൽകി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയുമാണ് പി ജയരാജനുള്ളത്. അപ്പോ പാർട്ടി ഇങ്ങനെ പിണറായി എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലേക്ക് ഇങ്ങനെ ചുരുങ്ങുമ്പോൾ എല്ലാ വഴികളും എല്ലാ കണ്ണുകളും പാർട്ടി എന്ന് പറയുന്നതിന്റെ ജീവവായു പോലും പിണറായിയിലേക്ക് വരുമ്പോൾ പിണറായിയിൽ നിന്നൊരൽപ്പം അസ്വാരസ്യത്തിൽ നിൽക്കുന്ന പി ജയരാജന് ഇനിയൊരു മടങ്ങി വരവുണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടേണ്ടതില്ല. ജില്ലാ നേതൃത്വം വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുള്ള കത്തുകളൊക്കെ പി ജയരാജനെതിരെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അത് പരിശോധനയിലാണ്, പാർട്ടി ഗൗരവമായി അതിനെ കാണുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 75 വയസ്സിന്റെ പ്രായപരിധിയിലേക്ക് അടുത്ത സമ്മേളനത്തിൽ എത്തിപ്പെടുന്ന പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വൻമരവും ജില്ലാ നേതൃസ്ഥാനത്തിൽ ഒതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ CPM-ന്റെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് നമ്മൾ കാണാതെ പോകരുത്.